ഒരു രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അല്ലെങ്കിൽ ഒരു വേദിയാക്കി മാറ്റുകയാണോ, അല്ലെങ്കിൽ അയാളുടെ ഈ ഒരു കിട്ടിയ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ബിഗ് ബോസിൽ വന്നു എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഇപ്പോൾ അത് കുറച്ച് എപ്പോഴും ബിഗ് ബോസിലൊക്കെ വരുന്നവർ അവസാനമാകുമ്പം കുറച്ച് ഒരു വർഷം വരെയൊക്കെ അവർക്ക് ആയുസുള്ളൂ. അതെന്ന് വെച്ചാൽ അത് കഴിയുമ്പോൾ അവരുടെ ആ പ്രശസ്തി അവിടെ തീരും. അതുപോലൊരു പബ്ലിസിറ്റിയാണ്. അതായത് ഈ രജിത് കുമാർ എന്നൊക്കെ പറഞ്ഞ ഒരാളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തി ആ ഒരു പ്രശസ്തിയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അങ്ങനെ ചിലപ്പോൾ കാണേണ്ടി വരും. കാരണം ഇനി ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാ പിന്നെ 4 തെറി BJP വിളിച്ചു കളയാം, BJP സർക്കാരിനെ 4 തെറി വിളിച്ചു കളയാം. ഇപ്പൊ സന്ദീപ് വാര്യർ എങ്ങനെയാണല്ലോ BJP-യിൽ നിന്നിട്ട് പിന്നെ എല്ലാ വളർച്ചയും നേടിയിട്ട് അവസാനം പറഞ്ഞു പിന്നെ വെറുപ്പിന്റെ ഫാക്ടറിയാണ് BJP, വെറുപ്പിന്റെ നേതാവാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന നേതാവാണ് മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് പോയത്. എന്റെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടാതെ അദ്ദേഹം ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ BJP-യിൽ നിൽക്കുമ്പോൾ ബ്രഹ്മോസും കോൺഗ്രസിൽ പോകുമ്പോൾ ഒലപ്പടക്കമാണ് സന്ദീപ് വാര്യർ. അതേ അവസ്ഥയാണ് ഇപ്പോ. നമുക്ക് എന്തും പറയാം. നമ്മളെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാന് വേണ്ടി വാ തുറക്കരുത്, വായ്ത്താളം അടിക്കരുത്. അത് ചെറ്റത്തരമാണ്. അത് എല്ലില്ലാത്ത നാവിനെ പിഴുത് കളയുന്ന അവസ്ഥയാണ് എന്ന് അഖിൽമാരാർ ഓർക്കണം.